ആ ചിന്തകൾ മുഴുവനും മാറുകയാണ്, ആ പേടി അങ്ങ് കുറയുകയാണ്. പടച്ചവനെ അതുകൊണ്ടാണ് കരഞ്ഞു വിളിക്കുന്നത്. അല്ലാഹുവേ, സ്വഹാബി അവിടെ നിന്ന് പറയുമ്പോ കേട്ടവരുടെയും കണ്ണ് നിറയുകയാണ്. പറയുന്നത് സത്യമാണല്ലോ. ഞങ്ങളും ഖബറിനെ കുറിച്ചും നരകത്തെ കുറിച്ച് കേൾക്കുമ്പോ വല്ലാത്ത പേടിയാ. പക്ഷേ നിന്നിറങ്ങി വെളിയിൽ വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഭാര്യയും മക്കളുമായി ഞങ്ങളൊക്കെ അതാ സഹകരിക്കാൻ തുടങ്ങിയാൽ ഇതൊക്കെ മറന്നു പോകുന്നല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കരഞ്ഞു കൊണ്ടുവന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ വിടന്ന് സമാധാനിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ വിടന്ന് സമാധാനിപ്പിക്കുകയാണ്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞതെന്തെന്നറിയോ? സഹാബാ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് തന്നെ സ്വഹാബത്തിനോട് അവിടുന്ന് പറയുകയാ, ഈമാൻ യസീദു വയൻഖുസു, ഈമാൻ കൂടുകയും കുറയുകയും ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഈമാൻ കൂടുകയും കുറയുകയും ചെയ്യും സ്വഹാബാ. എന്റെ പ്രിയമുള്ളവരെ, ഈമാൻ കൂടുകയും കുറയുകയും ചെയ്യുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, നിങ്ങളുടെ ഈമാൻ പ്രകാശിപ്പിക്കാനുള്ള വഴി എന്തെന്നറിയുമോ? നിങ്ങളുടെ ഈമാനിന്റെ പ്രകാശം നിങ്ങളുടെ മുഖത്തേക്ക് കൊണ്ടുവരാനുള്ള വഴി എന്തെന്നറിയുമോ? അതാ മരിച്ചു കിടക്കുന്ന സമയത്ത് കാണാൻ വരുന്നവരുടെ അല്ലാഹുവേ വെള്ളത്തുടിയിൽ പൊതിച്ച് നിന്റെ വീടിന്റെ അകത്ത് കിടത്തുമ്പോ നിന്റെ ജനാസ കാണാൻ വരുന്നവർ നിന്റെ മുഖത്തിട്ടിരിക്കുന്ന വെള്ളത്തുണി ഉയർത്തുന്ന സമയത്ത് അവൻ അത്ഭുതത്തോടെ നിന്റെ മുഖത്ത് നോക്കിയിട്ടല്ലോ, എന്തൊരു പ്രകാശമാ അല്ലോ, എന്തൊരു ചൈതന്യമാ അല്ലോ, എന്തൊരു പുഞ്ചിരിയാ അല്ലോ, എന്ത് നല്ല മരണമാണല്ലോ. പടച്ചവനെ, എനിക്കും ഇതുപോലെ ഒരു നല്ല മരണം തരണേ എന്ന് മയ്യത്ത് കണ്ടിട്ട് പോകുന്നവൻ പോലും ആത്മാർത്ഥമായി ദുആ ചെയ്തിട്ട് ഇറങ്ങി പോകുന്ന ഒരു നല്ല യാത്ര നിനക്ക് വേണോ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഈമാന് വർദ്ധിക്കാറുള്ള, ഈമാന് പ്രകാശിപ്പിക്കാറുള്ള ഒന്നാമത്തെ വഴി എന്തെന്നറിയോ? സഹാബാ, നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഈ സദസ്സിലിരിക്കുന്ന എല്ലാവരും ദുആ ചെയ്യുമല്ലോ. നമ്മളൊക്കെ അല്ലാഹുവിനോട് ദുആ ചെയ്യണം. പടച്ചവരെ, സ്വർഗ്ഗം തരണേ. അല്ലാഹുവേ, ഹജ്ജിന് പോകാനുള്ള ഭാഗ്യം തരണേ. അല്ലാഹുവേ, നല്ല മക്കളെ തരണേ. സാലിഹത്തായ ഭാര്യയെ തരണേ. കച്ചവടത്തിൽ ബർക്കത്ത് തരണേ. നല്ല മരണം തരണേ. ഖബറിന്റെ അകത്ത് രക്ഷപ്പെടുത്തണേ. എല്ലാവരും ദുആ ചെയ്യുമല്ലോ. എല്ലാവരും ദുആ ചെയ്യുമല്ലോ. പക്ഷേ ഇന്ന് വരെ നിങ്ങൾ ആരെങ്കിലും ദുആ ചെയ്തിട്ടുണ്ടോ? പടച്ച റബ്ബേ, എന്റെ ഈമാൻ നീ വർദ്ധിപ്പിച്ച് തരണേ അല്ലാഹ്. എന്റെ ഈമാൻ വർദ്ധിപ്പിച്ച് തരണേ അല്ലാഹ്. ആരെങ്കിലും ദുആ ചെയ്യാറുണ്ടോ? ആരെങ്കിലും ദുആ ചെയ്യാറുണ്ടോ? പക്ഷേ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുകയാണ്, ഇന്ന ഈമാന യഖ്ലുഖു ഫീ ജൗഫി അഹദികും കമാ യഖ്ലുഖു സൗബ്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, നമ്മൾ ശരീരത്തിൽ ധരിക്കുന്ന വസ്ത്രമുണ്ടല്ലോ, ഈ വസ്ത്രം അങ്ങോട്ട് കുറച്ച് കഴിയുമ്പോൾ ഇത് മുരുമ്പിക്കുമല്ലോ, ഈ വസ്ത്രങ്ങൾ കീറുമല്ലോ, ഇതാ പൊടിഞ്ഞു തുടങ്ങുമല്ലോ. അതുപോലെ മനുഷ്യന്റെ ഈമാൻ മുരുമ്പിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂലുണ്ടല്ലോ, ആയിഷ റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, കസീറൻ മാ യദഊന യാ മുകല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക. ഖുൽതു യാ റസൂലല്ലാഹ്, أكثر وما أكثر ما يدعون بهذه الدعاء.
ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ പ്രവാചകനോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവേ എന്റെ ഈമാൻ വർദ്ധിപ്പിച്ച് തരണേ അല്ലാഹ് എന്ന് ഏറ്റവും കൂടുതൽ പ്രാവശ്യം ദുആ ചെയ്യുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് നബിയേ. എന്തിനാണ് ഇങ്ങനെ ദുആ ചെയ്യുന്നത്? യാ മുകല്ലിബൽ ഖുലൂബ്, അല്ലാഹുവേ അല്ലാഹുവേ എന്റെ ഹൃദയത്തെ ഈമാനിൽ ഉറപ്പിച്ചു നിർത്തണേ തമ്പുരാനെ. എന്റെ ഈമാനിൽ വർദ്ധനവ് തരണേ അല്ലാഹ്, എന്റെ ഈമാനിൽ വർദ്ധനവ് തരണേ അല്ലാഹ്. എന്തിനാണ് നബിയേ ദുആ ചെയ്യുന്നത്? എപ്പോഴും ദുആ ചെയ്യുന്നത് ഞാൻ കാണുന്നുണ്ടല്ലോ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനോട് തന്റെ പ്രിയപ്പെട്ട ഭാര്യ ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? ലൈസ മിൻ ഖൽബി ഇല്ലാ വഖൽബുഹു ബിയദിഹിൽ ഇസ്ബഈർ. അല്ലാഹുവിന്റെ റസൂൽ എവിടെന്ന് പറയുകയാണ്, എല്ലാവരുടെയും ഹൃദയം അല്ലാഹുവിന്റെ കയ്യിലാണ്, എല്ലാവരുടെയും ഈമാൻ അല്ലാഹുവിന്റെ കയ്യിലാണ്. ആയിഷ അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് അല്ലാഹു ഈമാനിൽ വർദ്ധനവ് നൽകുകയാണ്. അല്ലാഹു അവരുടെ ഈമാൻ വർദ്ധിപ്പിച്ചു കൊടുക്കുകയാണ്. അല്ലാഹു ഉദ്ദേശിക്കുന്നവരുടെ ഈമാൻ അല്ലാഹു കുറച്ചു കളയുമെന്ന് മുത്തുനബി എവിടെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരാ, നീ അല്ലാഹുവിനോട് ദുആ ചെയ്യണേ. പണം കിട്ടാനല്ല, അധികാരം കിട്ടാനല്ല, സ്വർഗം കിട്ടാനല്ല, നല്ല മരണം കിട്ടാനല്ല, ഹജ്ജിന് പോകാനല്ല. നീ അല്ലാഹുവിനോട് ഏറ്റവും കൂടുതൽ പ്രാവശ്യം ചെയ്യേണ്ട ദുആ എന്തെന്നറിയുമോ? അല്ലാഹുവേ എന്റെ ഈമാനിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്, എന്റെ ഈമാൻ നീ വർദ്ധിപ്പിച്ചു തരണേ അല്ലാഹ്. റബ്ബനാ, അല്ലാഹുവിനോട് നിങ്ങൾ എപ്പോഴും ദുആ ചെയ്തോ? ഏത് ദുആയാണ്? അല്ലാഹുവിന്റെ റസൂൽ റബ്ബനാ ലാ തുസിഅ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. അല്ലാഹുവിന്റെ പ്രവാചകൻ എവിടെന്ന് എപ്പോഴും ദുആ ചെയ്യുമായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ എവിടെന്ന് ദുആ ചെയ്യുമായിരുന്നു. അങ്ങനെ ദുആ ചെയ്തു നിന്റെ ഈമാനെങ്ങാണ് മുറച്ചു പോയാൽ, നിന്റെ ഈമാനെങ്ങാണ് വർദ്ധിച്ചു പോയാൽ പിന്നെ ഏത് പീഡനവും നിന്റെ മുന്നിലൊന്നുമല്ലടാ. എത്ര വലിയ പീഡനങ്ങളാകട്ടെ, എത്ര വലിയ ത്യാഗങ്ങളാകട്ടെ, എത്ര വലിയ പ്രലോഭനങ്ങളാകട്ടെ, പടച്ചവനെ എന്ത് ചെയ്താലും നിന്റെ ഈമാനിനെ തട്ടിക്കളയാൻ ഒരാളെ കൊണ്ടും കഴിയില്ല. നിന്റെ ഈമാന് പടച്ചവനെ ശൈത്താൻ പോലും പരാജയപ്പെട്ടു പോകുമടാ. നിന്റെ ഈമാനിന്റെ മുന്നില് അതല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്ലീസ് പടച്ചവനോട് പറഞ്ഞു, അല്ലാഹ് നിന്റെ അടിമകളെ നാം നശിപ്പിക്കും തമ്പുരാന്. ഈ ഭൂമിയിലെ ഏറ്റവും വൃത്തികെട്ടവരായി പടച്ചവനെ നിന്റെ അടിമകളെ ഞാൻ മാറ്റുമെന്ന് പറഞ്ഞപ്പോ അല്ലാഹ് പറഞ്ഞു, ഇല്ലടാ, എല്ലാവരെയും പിഴപ്പിക്കാൻ നിന്നെ കൊണ്ട് കഴിയില്ലടാ. എനിക്ക് ചില അടിമകളുണ്ടടാ, എനിക്ക് ചില ഇഷ്ടദാസന്മാരുണ്ടടാ. നീ എന്ത് ചെയ്താലും അവരുടെ മുന്നിൽ തോറ്റുപോകുമടാ, നീ നാണം കെട്ടുപോകുമടാ, നീ പരാജയപ്പെട്ടു പോകുമടാ. ഇത് അല്ലാഹു പറഞ്ഞതായി ഖുർആനിൽ കാണാം. എന്റെ പ്രിയമുള്ളവര്, ആ കൂട്ടത്തിലാണ് നമ്മൾ പെടേണ്ടത്. ആ കൂട്ടത്തിലാണ് എന്ത് ചെയ്താലും ഇബ്ലീസ് പോലും തോറ്റുപോകുന്ന അടിമകളില് എന്റെ പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും പെടണം. അല്ലാഹുവേ, ഒരായുഷ്കാലം മുഴുവന് ജനിച്ചത് മുതൽ മരിക്കുന്ന കാലം വരെ ശൈത്താൻ നമ്മളെ പിഴപ്പിക്കാൻ നോക്കിയിട്ട് അവസാനം സക്കറാത്തിന്റെ അവസ്ഥയിൽ മരണത്തോട് മല്ലടിച്ചുകൊണ്ട് ആ പിടഞ്ഞുകൊണ്ട് കിടക്കുന്ന സമയത്ത് പോലും അല്ലാഹുവേ വളഞ്ഞ വഴിയാണ് അവൻ നോക്കുന്നത്. അവൻ വരുന്നത് നിന്റെ മരിച്ചുപോയ വാപ്പാട രൂപത്തിലാ. ചെറുപ്പക്കാരാ, എല്ലാ വഴിയിലും അവൻ പരാജയപ്പെട്ടിട്ട് അവസാനം ഈ സക്കറാത്തിന്റെ അവസ്ഥയിൽ മരണത്തോട് മല്ലടിക്കുമ്പോ മരിച്ചുപോയ നിന്റെ ഉമ്മാടെ രൂപത്തില് കയ്യിൽ വെള്ളവും പിടിച്ചുകൊണ്ട് ശപിക്കപ്പെട്ടവൻ അടുത്തേക്ക് വരുമെന്ന് മുത്തുനബി പറയുമ്പോ ആ സമയത്തും വിളിച്ചു പറയും, പോടാ നശിച്ചവരെ, പോടാ അല്ലാഹുവിന്റെ ശാപം കിട്ടിയവരെ, പോടാ പടച്ചവന്റെ ശാപം കിട്ടിയവനെ എന്ന്
മരിക്കുന്ന സമയത്ത് നീ അങ്ങ് പറയുന്നത് കാണുമ്പോ ഇബ്ലീസ് കരയുന്ന ചെറുപ്പക്കാരാ, എന്തിനാണ് കരയുന്നതെന്നറിയുമോ? അല്ലാഹു പറഞ്ഞ അടിമ ഇവനാണ്, അല്ലാഹു പറഞ്ഞ അടിമ ഇവനാണ്, പഠിച്ചവനെ തോറ്റുപോയല്ലോ എന്ന് ഓർത്തിട്ട് ഇബ്ലീസ് കരയുമെന്ന് മുത്തുനബി എവിടെന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, അങ്ങനെ ഒരു ഈമാൻ നിങ്ങൾക്ക് വേണോ? അങ്ങനെ ഒരു ഈമാൻ നിങ്ങൾക്ക് വേണോ? നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യാൻ തുടങ്ങിക്കോ, ഇന്ന് മുതൽ ദുആ ചെയ്യാൻ തുടങ്ങിക്കോ. അല്ലാഹുവേ, എന്റെ ഈമാനിൽ വർദ്ധനവ് തരണേ അല്ലാഹ്. ചോദിച്ചു കഴിഞ്ഞ നിന്റെ ഈമാൻ ഉറച്ചാൽ നടുറോഡ് വിട്ട് തല്ലിക്കൊന്നാൽ തലയില് പെട്രോൾ അടിച്ചിട്ട് കത്തിച്ചാൽ നിന്റെ ഈമാൻ പതറില്ലടാ പൊന്നുമോരെ. ജന്മം നൽകിയ വാപ്പ പോലും പറഞ്ഞു പറയടാ മോരെ, ഇല്ലെങ്കിൽ നിന്നെ പെട്രോൾ അടിച്ച് ജീവനോടെ കത്തിക്കുമെന്നും പെറ്റ ഉപ്പ തന്നെ പൊന്നുമോനോട് പറയുകയാ, അവനെ വിളിക്കടാ ജയ് ശ്രീരാമെന്ന്, ഇല്ലെങ്കിൽ നിന്നെ ഇവരെ കൊന്നു കളയുമെന്ന് പറയുമ്പോ തന്റെ തലയിലൂടെ പെട്രോൾ ഒടിച്ചിട്ട് കത്തിക്കാൻ പോകുമ്പോ വാപ്പ പറഞ്ഞു വിളിക്കടാ, ഇല്ല ഉപ്പാ, ഇല്ല ഉപ്പാ, ഇവരെന്നെ കൊന്നാലും ഞാനത് വിളിക്കൂല, കാരണം ഞാൻ അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്നവനാണ്, ഞാൻ ഈമാനുള്ളവനാണ്. എന്റെ പ്രിയമുള്ളവരെ, ഉറച്ചു കഴിഞ്ഞാ പിന്നെ എങ്ങനെയാ? ഒരു പേടിയുമില്ലടാ ചെറുപ്പക്കാരാ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരു ദിവസമുണ്ടല്ലോ, പടച്ചവനെ കള്ളപ്രവാചകനെ കുറിച്ച് മുത്തുനബിയുടെ ചെവിയിലേക്ക് എത്തുകയാണ്. പടച്ചവനെ മുസൈലിമ എന്ന് പറയുന്ന ഒരുത്തൻ അവൻ പ്രവാചകനാണെന്ന് വാദിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ചെവിയിലേക്ക് ആ വാർത്ത എത്തുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ എടുത്തുകിരി അല്ലാഹുവിന്റെ റസൂലതാ സഹാബികളുടെ ഇടയിൽ നിന്നൊരു ചെറുപ്പക്കാരനെ വിളിക്കുകയാണ്. അല്ലാഹുവേ, ഹബീബ് റളിയല്ലാഹു തആല അൻഹു യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ഹബീബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനായ സഹാബി അല്ലാഹുവിന്റെ പ്രവാചകൻ അടുത്തേക്ക് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഹബീബേ, എടുത്തു കൊണ്ടുപോയി മുസൈലിമയുടെ കയ്യിൽ കൊടുക്കാൻ നിനക്ക് ധൈര്യമുണ്ടോ? നീ കൊണ്ടുപോകാൻ തയ്യാറാണോ? യാ റസൂലല്ലാഹ്, അങ്ങ് തന്നാ ഞാൻ കൊണ്ടുപോകാൻ തയ്യാറാണ് നബിയേ. കാരണം കള്ളപ്രവാചകനെന്ന് വാദിക്കുന്നവന്റെ മുന്നിലേക്കാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ കൊടുത്തുവിടുന്ന കത്തുമായിട്ട് കിടന്നു പോകുന്നത്. ഹബീബ് റളിയല്ലാഹു തആല അൻഹു യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ചെറുപ്പക്കാരനായ സ്വഹാബിയുണ്ടല്ലോ, ഒരു മടിയുമില്ല, ഒരു പേടിയുമില്ല. പടച്ചവനേ, മുസൈലിമയുടെ മുന്നിലേക്ക് കടന്നു ചെന്നു. മുസൈലിമ അനുയായികൾക്ക് നടുവിലിരിക്കുകയാണ്. പ്രവാചകനാണെന്ന് വാദിച്ചുകൊണ്ട് മുസൈലിമ ഇരിക്കുമ്പോ ഹബീബ് റളിയല്ലാഹു തആല തന്റെ കയ്യിൽ മുത്തുനബി കൊടുത്തു വിട്ട എഴുത്തുമായി കടന്നു ചെന്നു. മുസൈലിമയുടെ കയ്യിലേക്ക് കൊടുത്തു. മുസൈലിമ എടുത്തു വായിക്കുകയാണ്. മുസൈലിമ എടുത്തു വായിക്കുകയാണ്. മുസൈലിമയ്ക്ക് വല്ലാത്ത ദേഷ്യം വന്നു. അവസാനമല്ല, ആ എഴുത്തിന്റെ താഴെ അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേരെഴുതിയിട്ടുണ്ട്. ആ പേരെന്ന് കാണുമ്പോ മുസൈലിമ ചോദിക്കുകയാ, മൻ മുഹമ്മദ് യാ ഹബീബ്. ഹബീബേ, ഈ മുഹമ്മദ് എന്ന് പറഞ്ഞാലാരാ? ഹബീബേ, ഈ മുഹമ്മദ് എന്ന് പറഞ്ഞാലാരാ? ആ സമയത്ത് ഹബീബ് റളിയല്ലാഹു തആല അവിടുന്ന് വിളിച്ചു പറഞ്ഞു, മുഹമ്മദുർ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ പ്രവാചകനാണ്. ഈ പ്രപഞ്ചം മുഴുവനും സൃഷ്ടിക്കാൻ കാരണക്കാരനാണ് മുത്തുനബിയെന്ന് ഹബീബ് റളിയല്ലാഹു തആല മുസൈലിമയുടെ മുഖത്ത് നോക്കിയിട്ട് വിളിച്ചു പറയുകയാ, ശത്രുക്കൾക്ക് നടുവിലാണ് നിൽക്കുന്നത്. ആ സമയത്ത് ഹബീബ് റളിയല്ലാഹു തആല ഇതിനോട് മുസൈലിമ ചോദിക്കുകയാ, മനിൽ മുസൈലിമ യാ ഹബീബ്. മുസൈലിമ ആരാണ് ഹബീബ്? മുസൈലിമ ആരാണ് ഹബീബ്? ഹബീബ് റളിയല്ലാഹു തആല അവിടെന്ന് ചോദിക്കുകയാ, നീ എന്തേ കടന്ന് കൊരയ്ക്കുന്നത്? നീ എന്തേ
കിടന്ന് കുരയ്ക്കുന്നത്, നീ പറയുന്നത് എനിക്ക് കേൾക്കുന്നില്ല. പടച്ചവനെ, മുസൈലിമ രണ്ടാമതും ചോദിച്ചു, മുസൈലിമയാരാ ഹബീബ്? അപ്പോഴും പറഞ്ഞു, നീ പറയുന്നത് എനിക്ക് കേൾക്കുന്നില്ലടാ. പടച്ചവനെ, മുസൈലിമയ്ക്ക് മനസ്സിലായി കളിയാകുകയാണെന്ന്, മുസൈലിമയ്ക്ക് മനസ്സിലായി കളിയാകുകയാണെന്ന്. എന്റെ പ്രിയമുള്ളവര്, അവിടെന്ന് ചെയ്തതെന്തെന്നറിയോ? അല്ലാഹുവേ, പിടിച്ചുകൊണ്ട് പോവുകയാണ്, പിടിച്ചുകൊണ്ട് പോവുകയാണ്, കൈകാലുകൾ കെട്ടിയിടുകയാണ്. എന്നിട്ട് എന്റെ ചെറുപ്പക്കാരാ, പഠിപ്പിച്ച കമ്പി കൊണ്ടുവന്നിട്ട് ഹബീബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ നെഞ്ചിലേക്ക് കുത്തിയിറക്കുകയാ. അല്ലാഹുവേ, പഠിപ്പിച്ച കമ്പി കൊണ്ടുവന്നിട്ട് ശരീരത്തിലേക്ക് കുത്തിയിറക്കിയിട്ട് പച്ചയിറച്ചി ഇങ്ങനെ കുത്തിയെടുത്തിട്ട് ചോദിക്കുന്നു, ഹബീബേ, മുസൈലിമയാരാ? മുസൈലിമയാരാ? ഹബീബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, നീ പറയുന്നത് എനിക്ക് തിരിയുന്നില്ലടാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മോനെ, ശരീരത്തിൽ നിന്ന് ഇറച്ചിക്കടയിൽ ഇറച്ചി വെട്ടിയെടുക്കുന്നത് പോലെ കണ്ടിട്ടില്ലേടാ പുണ്യമോര്? അതാ കൈകാലുകളെ പടച്ചവര് ഇറച്ചിക്കടിയിൽ ഇങ്ങനെ തൂക്കിയിട്ടിട്ട് നീ ഇറച്ചി വാങ്ങാൻ ചെല്ലുമ്പോ അതിൽ നിന്ന് മാംസങ്ങൾ ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ട് തൂക്കിത്തരുന്നത് പോലെ ഹബീബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ശരീരത്തിൽ നിന്ന് മുസൈലിമയുടെ അനുയായികൾ ഇങ്ങനെ ഇറച്ചി മുറിച്ചെടുക്കുകയാ. അവിടെന്ന് ചോദിച്ചു, പറയടാ ഹബീബ്, ആരാടാ മുസൈലിമ? ആരാടാ മുസൈലിമ? മുസൈലിമത്തുൻ റസൂലുള്ളാഹ്. പറയടാ, ഞാൻ പ്രവാചകനാണെന്ന്, പറയടാ, ഞാൻ പ്രവാചകനാണെന്ന്. ആ സമയത്ത് ഹബീബ് റളിയല്ലാഹു തആല അൻഹു തുണ്ടം തുണ്ടമായി വെട്ടിമുറിക്കുന്ന സമയത്ത്, തന്റെ ശരീരത്തിൽ നിന്ന് പച്ച ഇറച്ചി മുറിച്ചെടുക്കുന്ന സമയത്ത് അവിടെന്ന് പറഞ്ഞതെന്തെന്നറിയുമോ? അവിടെന്ന് വിളിച്ചു പറഞ്ഞതെന്തെന്നറിയുമോ? മുഹമ്മദുർ റസൂലുള്ളാഹ്, മുസൈലിമത്തുൽ കദ്ദാബുല്ലാഹ്. അവിടെന്ന് പറഞ്ഞു, നീ കള്ളരാടാ, നീ കള്ള പ്രവാചകരാടാ. എന്റെ മുത്തുനബി അല്ലാഹുവിന്റെ പ്രവാചകനാടാ. പടച്ചവനെ, അവിടെന്ന് തുണ്ടം തുണ്ടമായി വെട്ടി മുറിച്ചെടുക്കുമ്പോഴും എന്റെ പ്രിയമുള്ളവരെ പതറിയില്ല എന്ന് ചരിത്രം പറയുമ്പോ, ഈമാൻ ഉറച്ചാൽ അങ്ങനെയാടാ പുണ്യമോന്. എന്റെ ചെറുപ്പക്കാരാ, അല്ലാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം ഹൃദയത്തിന്റെ തുറച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു പേടിയില്ലടാ ചെറുപ്പക്കാരാ, പിന്നെ ഒരു ഭയമില്ലടാ ചെറുപ്പക്കാരാ. എന്തിനും അവര് തയ്യാറാ, ഏത് പീഡനങ്ങൾക്കും അവര് തയ്യാറാ. ആ ഈമാൻ ഉറച്ചത് കൊണ്ടാണ് മഹാനായ സയ്യിദുനാ ബിലാൽ കഴുത്തിലൂടെ കയറ് കെട്ടിയിട്ട് തെരുവിലൂടെ വസ്ത്രമില്ലാതെ വലിച്ചിടച്ചുകൊണ്ട് നടന്നത്. പഠിച്ചു കിടക്കുന്ന മലയാളിനത്തിൽ മലർത്തിക്കടത്തികത്ത് കരിമ്പാറ നെഞ്ചത്ത് വെച്ചിട്ട് ചാട്ടവാറുകൊണ്ട് തന്നിച്ചതയ്ക്കുമ്പോ ബിലാൽ തങ്ങൾ വിളിച്ചു പറഞ്ഞത്, അല്ലാഹു അഹദ്. മോനെ, ഏത് പീഡനങ്ങളും തോറ്റുപോയത് ആ വിശ്വാസത്തിന്റെ മുന്നിലാ, ആ ഈമാനിന്റെ മുന്നിലാ. ഇതൊക്കെ വെറുതെ പറഞ്ഞതാണെന്ന് നീ കരുതിയോ? എന്റെ പ്രിയപ്പെട്ട പെങ്ങളോ, സുമയ്യ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ഗുഹ്യഭാഗത്തേക്ക് പഠിപ്പിച്ച കുന്തം കുത്തിയിറക്കിയിട്ട് അവിടുന്ന് പച്ചയിറച്ചി വലിച്ചെടുത്ത ചരിത്രം വെറുതെയല്ല പറഞ്ഞത്. നിന്റെ മുൻഗാമികളുടെ തലയുടെ മധ്യഭാഗത്ത് ഈർച്ചവാള് വെച്ചിട്ട് മരം മുറിക്കുന്നത് പോലെ രണ്ട് കഷ്ടമായി മുറിച്ചു കളഞ്ഞ ചരിത്രം വെറുതെയല്ല അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്. അങ്ങനെ ഒരു കാലം നമുക്ക് വരാനുണ്ടടാ, അങ്ങനെ ഒരു കാലം നമ്മൾ നേരിടാൻ പോവുകയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട യുവത്വേ, ത്യാഗം സഹിക്കാൻ തയ്യാറാകണോ? എന്തിനും തയ്യാറായിക്കോ. നിന്റെ വിശ്വാസം ഉറപ്പിച്ചു കഴിഞ്ഞാൽ, നിന്റെ ഈമാൻ ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ ദുനിയാവിനോട് നിനക്ക് ആഗ്രഹമില്ല, ഒന്നിനോടും നിനക്ക് മോഹമില്ല, അധികാരങ്ങളോട് നിനക്ക് മോഹമില്ല, കൊട്ടാരങ്ങൾ പണിയാറുള്ള പരക്കം പാച്ചിലില്ല, പന്നങ്ങളോടുള്ള നിന്റെ ആഗ്രഹം പോകുകയാ. എല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന ചെറുപ്പക്കാരാ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട യുവത്വേ, മുടി ഇങ്ങനെ വളർത്തിയിട്ട് പല പല മോഡലുകളിൽ മുടിയും വളർത്തിയിട്ട് നടക്കുന്ന ചെറുപ്പക്കാരാ, അതാ നിന്റെ മുടിയിൽ ചായം തേച്ചിട്ട് അല്ലാഹുവേ നടക്കുന്ന യുവത്വേ, നിന്നെ കണ്ടാ മുസ്ലിമാണെന്ന് പറയുമോടാ ചെറുപ്പക്കാരാ, നിന്നെ കണ്ടാ മുസ്ലിമാണെന്ന് പറയൂ. ഒരു മുസ്ലിമിന്റെ കോലം അങ്ങനെയല്ലല്ലോ, ഒരു മുസ്ലിമിന്റെ രീതി അങ്ങനെയല്ലല്ലോ. എന്റെ പ്രിയപ്പെട്ട വാപ്പമാരെ, താടിയില്ലാതെ നടക്കുന്ന വാപ്പാ, താടി ഒരു ശിആറാണല്ലോ, ഇസ്ലാമിന്റെ ശിആറാണല്ലോ താടി. പടച്ചവനെ ഇന്ന് ക്ലീൻ ഷേവ് ചെയ്തിട്ട് നടക്കുന്ന 50 വയസ്സുള്ള വാപ്പാ, നീ ഒരു മുസ്ലിമാണോ? നീ ഒരു മുസ്ലിമാണോ? നിനക്കറിയുവോ നീ എങ്ങനെയാണ് നാളെ പടച്ചവന്റെ കോടതിയിൽ വരുന്നതെന്നറിയുവോ? അല്ലാഹുവേ, മുത്തുനബി അവിടെ നിന്ന് പറഞ്ഞു തരികയാ, നീ നല്ല കോലത്തിലല്ല വാപ്പാ, ക്ലീൻ ഷേവ് ചെയ്തിട്ട് നടക്കുന്ന സഹോദരാ, നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ വരുന്ന രംഗം വളരെ മോശമാ. അതുകൊണ്ട് ചെറുപ്പക്കാരോട് പറയുകയാ, ഈമാൻ ഉറപ്പിക്കടാ പൊന്നുമോനെ. വയലിന്റെക്കാർ എവിടെ വയലുണ്ടെങ്കിലും ബൈക്കിൽ വരുന്ന ചെറുപ്പക്കാരാ, എന്തേടാ നിന്റെ മുടി നിനക്ക് നേരെ വെട്ടാൻ കഴിയാത്തത്? എന്തേ നിന്റെ കോലം ഇങ്ങനെയായി പോയത്? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകനെ ബദറിന്റെ രണാങ്കണത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോ നബിയുടെ മുന്നിലേക്ക് ഒരു ചെറുപ്പക്കാരൻ കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് ആരാ കടന്നു വരുന്നത്? ഉമൈർ റളിയല്ലാഹു തആല അൻഹു. യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ഉമൈർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, വിശപ്പ് സഹിക്കാൻ കഴിയുന്നില്ല നബിയേ, വല്ലാത്ത വിശപ്പാണ് നബിയേ, വയറ്റത്ത് പരന്ന കല്ല് കെട്ടി വെച്ചിരിക്കുന്നു നബിയേ, എനിക്ക് വിശക്കുന്നു എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് പറയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിച്ചു, സഹാബാ, നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ സഹാബാ? നിങ്ങളുടെ ആരുടെയും കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ സഹാബാ? ഏതോ ഒരു സഹാബി ഒരു ഈത്തപ്പഴം എടുത്തു കൊടുത്തു, ഒരു കാരക്ക എടുത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ കൊടുത്തു. നബി എന്തേ ചെയ്തെന്നറിയുവോ? ആ കാരക്ക ഇങ്ങനെ കീറുകയാണ്. പടച്ചവനെ, അതാ 3-4 ഭാഗമായിട്ട് ആ കാരക്ക ഇങ്ങ് കീറിയിട്ട് അതിലെ ഒരു അംശം എടുത്തിട്ട് ഉമൈർ റളിയല്ലാഹു തആല അൻഹു ആ ചെറുപ്പക്കാരനായ സഹാബിയുടെ കയ്യിലേക്ക് തിന്നാൻ കൊടുക്കുകയാ. അല്ലാഹുവേ, ഒരൽപ്പം കാരക്കയുടെ അംശം കയ്യിൽ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സഹാബാ, സ്വർഗത്തിന്റെ പരിമളം അടിച്ചു വീശുന്നു സഹാബാ. ആരെങ്കിലും ഇന്നിവിടെ ശഹീദായാൽ അവർക്ക് സ്വർഗമുണ്ട് സഹാബാ. മുത്തുനബി അവിടെ നിന്ന് വിളിച്ചു പറയുമ്പോ ഉമൈർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ചെയ്തതെന്തെന്നറിയോ? വിശന്ന് തളർന്നിരുന്ന ഉമൈർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ തന്റെ കയ്യിലിരിക്കുന്ന കാരക്കയുടെ അംശം എടുത്തിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു, മുത്തുനബിയുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. യാ റസൂലല്ലാഹ്, ഇത് ഉമൈറിന് വേണ്ട നബിയേ, ഇത് വേറെ ആർക്കെങ്കിലും കൊടുക്കു നബിയേ. സ്വർഗത്തിൽ പോകുന്ന ഉമൈറിന് എന്തിനാ കാരക്ക? സ്വർഗത്തിൽ പോകുന്ന ഉമൈറിന് എന്തിനാ കാരക്ക? എനിക്കൊരൽപ്പം സമയം പോലെ, ഇത് കഴിക്കാനുള്ള സമയം പോലെ എനിക്കിവിടെ നിൽക്കാൻ മനസ്സില്ല നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് രണാങ്കണത്തിലേക്ക് കടന്നുപോയെന്ന് ചരിത്രം പറയുമ്പോ, ഇതൊക്കെ നിനക്ക് പഠിക്കാനാടാ ചെറുപ്പക്കാരാ, ഇതൊക്കെ നിനക്ക് പഠിക്കാനാണ് പെങ്ങള്.
അതുകൊണ്ട് നിങ്ങളുടെ ഈമാനെ പ്രകാശിപ്പിക്കണോ, നിങ്ങളുടെ മുഖത്ത് പ്രകാശം വേണോ? അതിനുള്ള ഒന്നാമത്തെ വഴി എന്തെന്നറിയുമോ? റബ്ബനാ ലാ തുസിഅ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ. അല്ലാഹുവേ, എന്റെ ഈമാൻ നീ ഉറപ്പിച്ച് തരണേ അല്ലാഹ് എന്ന് നീ ദുആ ചെയ്യണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നമ്മുടെ ഈമാൻ ചൈതന്യമുള്ളതാക്കണമെങ്കിൽ, നമ്മുടെ ഈമാൻ പ്രകാശിക്കുന്ന ഈമാനാക്കണമെങ്കിൽ, മരിക്കുന്ന സമയത്ത് പുഞ്ചിരിക്കുന്ന മുഖത്തോടെ, പ്രകാശിക്കുന്ന മുഖത്തോടെ നിനക്ക് മരിച്ചു കിടക്കണമെങ്കിൽ നീ അള്ളാഹുവിനോട് ദുആ ചെയ്. സ്വർഗം താ അല്ലാഹ് എന്ന് ചോദിക്കണ്ട എന്ന് ഞാൻ പറയുന്നില്ല, നല്ല മരണം താ അല്ലാഹ് എന്ന് ചോദിക്കണ്ട എന്ന് ഞാൻ പറയുന്നില്ല. ഇതൊക്കെ ചോദിക്കുന്നതിന്റെ ഇടയിൽ നീ ഒരു ദുആ കൂടെ വർദ്ധിപ്പിക്കണം. അല്ലാഹുവേ, എന്റെ ഈമാനിൽ വർദ്ധനവ് തരണേ എന്ന് ദുആ ചെയ്യണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മുടെ ഈമാൻ വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ ഈമാൻ വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. ഒരു നല്ല ഈമാൻ പറ അല്ലാഹു. എല്ലാവരും നല്ലൊരു ആമീൻ പറഞ്ഞ് അല്ലാഹു നമ്മുടെ ഈമാനിൽ വർദ്ധനവ് നൽകുമാറാകട്ടെ. അല്ലാതെ പടച്ചവനെ എൻ്റെ ജോലിയിൽ ബറക്കത്ത്, എൻ്റെ സമ്പത്തിൽ ബറക്കത്ത്, എൻ്റെ വീട്ടിൽ ബറക്കത്ത്, എൻ്റെ മക്കളിൽ ബറക്കത്ത്, എൻ്റെ ആരോഗ്യത്തിൽ ബറക്കത്ത്, എൻ്റെ ആയുസ്സിൽ ബറക്കത്ത്, എൻ്റെ ആരോഗ്യത്തിൽ ബറക്കത്ത്, ഇങ്ങനെ മാത്രം ദുആ ചെയ്താൽ പോരാ. ഇതൊക്കെ ചോദിക്കുന്നതിൻ്റെ ഇടയിൽ ഒന്നുകൂടെ ചോദിക്കണം, അല്ലാഹുവേ എൻ്റെ ഈമാൻ കൂടെ നീ വർദ്ധിപ്പിച്ചു തരണേ എന്ന് ദുആ ചെയ്യണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മുടെ ഈമാൻ വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. രണ്ട്, എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, രണ്ടാമത്തെ കാര്യം, ബോറടിച്ച നിർത്താറായ 11:26 കറക്റ്റ് 12 മണിക്ക് ഞാൻ ചവിട്ടും, പേടിക്കണ്ട. കറക്റ്റ് 12 മണിക്ക് ഇൻഷാ അല്ലാഹ് ഞാൻ ചവിട്ടിയേക്കും, നിങ്ങൾ പേടിക്കണ്ട. ബക്കറ്റ് എടുക്കാറായോ? അള്ളാഹു ആഫിയത്തും ദീർഘായുസും കൊടുക്കുമാറാകട്ടെ. കാസർഗോഡ് മുബാറക്ക് പള്ളിയിലെ ഉസ്താദാണ്, എൻ്റെ പ്രിയ സുഹൃത്താണ്. അള്ളാഹു അദ്ദേഹത്തിന്റെ രോഗങ്ങളൊക്കെ അള്ളാഹു ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. പ്രഭാഷകനാണ്, അള്ളാഹു ശബ്ദം നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, രണ്ട് സ്വലാത്ത് സല്ലല്ലാഹു اللهم صل على محمد يا ربي صل عليه وسلم. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. രണ്ട്, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ഈമാൻ വർദ്ധിപ്പിക്കുവാനുള്ള, നമ്മുടെ ഈമാൻ പ്രകാശിപ്പിക്കാനുള്ള രണ്ടാമത്തെ വഴി എന്തെന്നറിയുമോ? അസ്വാബിഖൂന ബിൽ ഖൈറാത്ത്. എന്റെ പ്രിയമുള്ളവരെ, ഒരു നല്ല കാര്യം പറയപ്പെട്ട് കഴിഞ്ഞാൽ, ഒരു മനുഷ്യന്റെ മുന്നിൽ ഒരു നല്ല കാര്യം പറയപ്പെട്ട് കഴിഞ്ഞാൽ ആദ്യം എനിക്ക് ചെയ്യണം തമ്പുരാനെ, മറ്റാരെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് ചെയ്യണമെന്ന ആഗ്രഹത്തോടെ അല്ലാഹുവേ അതാ എനിക്ക് ചെയ്യണമെന്ന് വാശി പിടിച്ചുകൊണ്ട് ഒന്നാമത് തന്നെ എനിക്ക് ചെയ്യണമെന്ന ആഗ്രഹത്തോട് അത് ചെയ്യാൻ തയ്യാറാകുന്ന മനുഷ്യ, എന്റെ ഈമാൻ വർദ്ധിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, നിസ്കാരത്തിന്റെ കാര്യമാകട്ടെ, നോമ്പിന്റെ കാര്യമാകട്ടെ, സദഖയുടെ കാര്യമാകട്ടെ, ദിക്റുകളുടെ കാര്യമാകട്ടെ, ഏതെങ്കിലും ഒരു നല്ല കാര്യം പറഞ്ഞാൽ പടച്ചവനെ ആദ്യം എനിക്ക് ചെയ്യണം, ആദ്യം എനിക്ക് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഒന്നാമനാകാൻ മത്സരിക്കുന്ന മുസ്ലിമേ, അതെല്ലാവർക്കും കഴിയുന്ന കാര്യമല്ല, അത് എല്ലാവർക്കും കഴിയുന്ന കാര്യമല്ല.
ആരുമല്ല, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹുവിന്റെ പ്രവാചകൻ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതെന്തെന്നറിയോ? എന്റെ അബൂബക്കറിന്റെ ഈമാൻ എടുത്തൊരു ത്രാസിൽ വെച്ചു, എന്നിട്ട് ലോകത്തുള്ള സർവ്വ മുസ്ലിമീങ്ങളുടെ ഈമാൻ എടുത്ത് മറ്റേ ത്രാസിൽ വെച്ചു. എന്തിനാരാണ് ജയിക്കുന്നതെന്നറിയോ? എന്റെ അബൂബക്കർ ജയിക്കുമോ സഹാബ? ലോകത്തുള്ള സർവരുടെയും ഈമാൻ എടുത്തൊരു ത്രാസിൽ വെച്ചാൽ